65 ദിവസം 65 ദിവസം ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഈ വരുന്ന 10th പ്രിലിംസ് എക്സാം നിങ്ങൾ പാസ്സാവാൻ പോവുകയാണ്. ഈ വരുന്ന മെയ് 13-ന് വൊക്കാബ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന 10th പ്രിലിംസ് ബാച്ചിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയാം 10th പ്രിലിംസ് LGS പോലുള്ള എക്സാമുകൾക്ക് 4 ഭാഗങ്ങളാണ് വരുന്നത്. ഇതിലെ ഓരോ ടോപ്പിക്കും എങ്ങനെ ക്ലിയർ ചെയ്യാം എന്ന് ഞാൻ പറയാം. ജനറൽ നോളജ്, സയൻസ്, കറണ്ട് അഫെയർ, മാത്സ്, ഇതാണ് ആ 4 ടോപ്പിക്കുകൾ. എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന മാത്സിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പ്രിലിംസിന് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിക്ക് വളരെ കുറച്ച് ടോപ്പിക്ക് മാത്രമേ വരുന്നുള്ളൂ. മൊത്തത്തിൽ 16 ടോപ്പിക്കുകളാണ് നമുക്ക് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയും കൂടെ ചേർത്ത് വരുന്നത്. മാത്സിന് 8 ടോപ്പിക്ക്, മെൻ്റൽ എബിലിറ്റിക്ക് 8 ടോപ്പിക്ക്. ഇതിൽ നിങ്ങൾ മെൻ്റൽ എബിലിറ്റിക്ക് ഡയറക്റ്റ് ആയിട്ട് പഠിക്കേണ്ട വളരെ കുറച്ച് ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. ഒന്ന് ബോട്ട് മാസ്, രണ്ടാമത്തത് വയസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മൂന്നാമത്തത് സ്ഥാനനിർണ്ണയം. ഈ 3 ടോപ്പിക്ക് മെൻ്റൽ എബിലിറ്റിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി. ബാക്കിയുള്ള മെൻ്റൽ എബിലിറ്റിയുടെ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾക്ക് PYQ എക്സാം ചെയ്യുന്നതിലൂടെ കിട്ടും. സിലബസിൽ മാത്സും മെൻ്റൽ എബിലിറ്റിയും കൂടെ ചേർത്ത് 20 മാർക്കാണ് വരുന്നത്. മാത്സിന് 10 മാർക്ക്, മെൻ്റൽ എബിലിറ്റിക്ക് 10 മാർക്ക്, അങ്ങനെ മൊത്തം 20 മാർക്ക്. ഇതിൽ 15 മുതൽ ഒരു 18 മാർക്ക് വരെ നിങ്ങൾ സ്കോർ ചെയ്താൽ നിങ്ങൾ സേഫാണ്. നിങ്ങൾക്ക് മാത്സ് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും 15-ന് മുകളിലേക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്രാഷ് ബാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തത് ജനറൽ സയൻസ്. ജനറൽ സയൻസിന് മൊത്തത്തിൽ മാർക്ക് വരുന്നത് 20 മാർക്കാണ്. ബയോളജിക്ക് 10 മാർക്ക്, ഫിസിക്സിനും കെമിസ്ട്രിക്കും കൂടെ ചേർത്ത് 10 മാർക്ക്. ബയോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ മൊത്തത്തിൽ 7 ടോപ്പിക്കാണ് ബയോളജിക്ക് വരുന്നത്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും, രോഗങ്ങളും രോഗകാരികളും, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ വരുന്ന ഒരു 7 ടോപ്പിക്കുകൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്ക് ഒഴിച്ചുള്ള ബാക്കി 6 ടോപ്പിക്കുകൾ, ആ ടോപ്പിക്കുകൾ പഠിക്കാൻ എടുക്കുന്ന അതേ സമയം തന്നെ വേണം മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്നുള്ള ഒറ്റ ടോപ്പിക്ക് പഠിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം പഠിക്കുമ്പം ബാക്കിയുള്ള 6 ടോപ്പിക്കുകൾ പഠിച്ചതിന് ശേഷം മാത്രം മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്ക് പഠിക്കാൻ നോക്കുക. എക്സാം ചെയ്യുമ്പോഴത്തേക്ക് ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. ബാക്കിയുള്ള ടോപ്പിക്കിൽ നിന്ന് മാർക്ക് സ്കോർ ആകുമ്പോഴത്തേക്ക് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്ക് SCRTയുടെ ഭാഗത്തു നിന്നായിരിക്കും കൂടുതലും ചോദ്യങ്ങൾ വരിക. അതുകൊണ്ട് ന്യൂ SCRT ചാപ്റ്റേഴ്സ് കവർ ചെയ്താൽ മതിയാവും. അടുത്തത് ഫിസിക്കൽ സയൻസ്. ഫിസിക്കൽ സയൻസിനും 10 മാർക്കാണ് വരുന്നത്. ഫിസിക്കൽ സയൻസിൽ കെമിസ്ട്രിയും ഉൾപ്പെടുന്നുണ്ട്, ഫിസിക്സും ഉൾപ്പെടുന്നുണ്ട്. മൊത്തത്തിൽ 14 ടോപ്പിക്കുകളാണ് കെമിസ്ട്രിക്കും ഫിസിക്സിനോട് ചേർത്ത് വരുന്നത്. അതിൽ കെമിസ്ട്രിക്ക് 5 ടോപ്പിക്കുകൾ മാത്രമാണ് വരുന്നത്. ഫിസിക്സിനാണ് ബാക്കി വരുന്ന 9 ടോപ്പിക്കുകളും വരുന്നത്. അതുകൊണ്ട് പഠിക്കുമ്പോൾ ആദ്യം കെമിസ്ട്രിയുടെ ടോപ്പിക്കുകൾ തീർത്തതിന് ശേഷം ഫിസിക്സ് തീർക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ജനറൽ സയൻസിൻ്റെ ഭാഗത്ത് നിന്ന് 20 മാർക്കാണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് 15-ന് മുകളിലേക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുൻപ് പറഞ്ഞ പോലെ ബയോളജിയിൽ ഏകദേശം 10 മാർക്കുണ്ട്, ഫിസിക്സിലും കെമിസ്ട്രിയിലും ഏകദേശം 10 മാർക്കുണ്ട്. ബയോളജിയിൽ നിന്ന് നിങ്ങളൊരു 8 മാർക്കും ഫിസിക്സും കെമിസ്ട്രിയിൽ നിന്ന് നിങ്ങളൊരു 8 മാർക്കും സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു 16 മാർക്ക് ആവറേജ് കിട്ടുന്നതാണ്. ഈ പറഞ്ഞ 3 ടോപ്പിക്കുകളും ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇത് 3ഉം SCRTയിൽ നിന്നാണ് PSC ചോദ്യം ചോദിക്കാനുള്ള 99% ചാൻസ്. ഇതിൽ ബയോളജി എടുത്തു കഴിഞ്ഞാൽ ബയോളജി മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവും അതുപോലെ തന്നെ രോഗങ്ങളും രോഗകാരികളും, ഈ 2 ടോപ്പിക്കുകളും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ SCRTയിൽ നിന്ന് തന്നെ പഠിച്ചാൽ മതി. ബാക്കിയുള്ള കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് ടോപ്പിക്ക് വൈസായിട്ട് തന്നെ പഠിക്കണം. ഈ രോഗങ്ങളും രോഗകാരികളും നമ്മൾ ടോപ്പിക്ക് വൈസായിട്ട് പഠിക്കും. എന്നാൽ തന്നെയും നിങ്ങൾക്ക് SCRT ബേസ്ഡ് ആയിട്ടും അല്ലാതെയും ഉണ്ടാക്കിയ നോട്ടുകൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയർ ഭാഗത്ത് വരുന്ന 60 മാർക്ക്. നിങ്ങൾക്കറിയാം കറണ്ട് അഫെയറിന് മൊത്തത്തിൽ 10 മാർക്കാണ് വരുന്നത്. അത് ക്ലിയർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ മുൻപോട്ട് പോകുമ്പം പറയാം. ബാക്കി വരുന്ന 50 മാർക്കിൻ്റെ കാര്യം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കോൺസ്റ്റിറ്റ്യൂഷന് വളരെ കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. അതായത് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും എന്ന് പറഞ്ഞിട്ടാണ് ആ ടോപ്പിക്ക് തുടങ്ങുന്നത്. എന്നാൽ തന്നെ നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭ, ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, നിർദ്ദേശകത്വങ്ങൾ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. അതിൽ നിന്നാണ് ഇത്രയും നാളായിട്ട് പ്രിലിംസിന് PSC ചോദ്യം ചോദിച്ചിരിക്കുന്നത്. പിന്നെ വരുന്നതാണ് മനുഷ്യാവകാശ കമ്മീഷനെയും വിവരാവകാശ കമ്മീഷനെയും പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള അറിവുകൾ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. എങ്ങനെ PSC ചോദ്യം തെറ്റിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഭാഗത്തുനിന്ന് മാർക്ക് മിസ്സാവാനുള്ള ചാൻസ് ഉള്ളൂ.
അടുത്തത് ഇന്ത്യൻ ജോഗ്രഫി. ഇന്ത്യൻ ജോഗ്രഫിക്ക് 10 മാർക്കാണ്. പഴയ SSCRT നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. പഴയ SCRTയിൽ ഇന്ത്യൻ ജോഗ്രഫിക്ക് മൊത്തത്തിൽ 2 ചാപ്റ്റർ ഉള്ളായിരുന്നു. വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന പേരിലുള്ള 2 ചാപ്റ്റേഴ്സ്. ഇപ്രാവശ്യം അങ്ങനെയല്ല. ന്യൂ SSCRTയിൽ ഓരോ ടോപ്പിക്കിനും ഓരോ ചാപ്റ്ററാണ്. നിങ്ങൾക്കറിയാം PSC പുതിയൊരു സോഴ്സ് കിട്ടിയാൽ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വിടാറേ ഇല്ല. ഓരോ ടോപ്പിക്കിനും ഇത്തവണ ഓരോ ചാപ്റ്റർ ഉണ്ട്. ലോകത്തിൻ്റെ നെറുകയിൽ എന്ന് പറഞ്ഞിട്ട് ഉത്തരപർവ്വത മേഖലയ്ക്ക് ഒരു ചാപ്റ്റർ ഉണ്ട്. അതുപോലെ ഉത്തര മഹാസമതലത്തിന് മറ്റൊരു ചാപ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ മരുഭൂമിക്ക് ഒരു ചാപ്റ്റർ, തീരസമതലത്തിന് ഒരു ചാപ്റ്റർ. ഇങ്ങനെ ഓരോന്നിനും ഓരോ ചാപ്റ്റർ ഉണ്ട്. അപ്പം ചോദ്യങ്ങൾ ഈ ചാപ്റ്ററുകളിൽ നിന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അപ്പം നിങ്ങൾ SSCRT ബേസ്ഡ് ആയിട്ട് മാത്രം ഇന്ത്യൻ ജോഗ്രഫി തീർത്താൽ മതി. ഇതുപോലെ തന്നെയാണ് 10 മാർക്കിൻ്റെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗം വരുന്നത്. പഴയ SCRT ഉണ്ട്, പുതിയ SCRT ഉണ്ട്. പുതിയ SSCRTക്കകത്ത് ഒരുപാട് പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയും ഇന്ത്യൻ ജോഗ്രഫിയും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? SSCRT ബേസ്ഡ് ആയിട്ട് മാത്രം പഠിച്ചാൽ മതി. ഇനി പറയാൻ പോകുന്ന 2 ടോപ്പിക്കുകൾ കേരള ജോഗ്രഫിയും കേരള ഹിസ്റ്ററിയും. ഇത് രണ്ടും SSCRTയിൽ ഉണ്ടെങ്കിലും വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിത് രണ്ടും ടോപ്പിക്ക് വൈസായിട്ട് തന്നെ, അതായത് പ്രിലിംസിൻ്റെ സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകൾ തന്നെ പഠിച്ചു തീർക്കണം. നിങ്ങൾക്കറിയാം കേരള ഹിസ്റ്ററി കൂടുതലും നവോത്ഥാനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നവോത്ഥാന നായകരെയൊക്കെ കൂടുതലും ചോദിക്കാനുണ്ട്. 10 മാർക്കാണ്. അതും ഉറപ്പായിട്ടുള്ള ചോദ്യമാണ്. കേരളത്തിലെ മുന്നേറ്റങ്ങളും അതുപോലെ നവോത്ഥാന നായകരും. അതുപോലെ കേരള ജോഗ്രഫിയിലും എടുത്ത് കുറേ ടോപ്പിക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് മാത്രമാണ് ചോദ്യങ്ങൾ വരുന്നത്. അത് നമുക്ക് 10ൽ 10 വേണമെങ്കിലും മുൻപ് പറഞ്ഞ പോലെ സ്കോർ ചെയ്യാം. അത് PSC ചോദ്യങ്ങൾ തെറ്റിച്ചാലോ അല്ലെങ്കിൽ ഇതുവരെയും ചോദിക്കാത്ത തരത്തിലുള്ള ഒരു ഇച്ചിരി ടഫ് ആക്കിയാൽ മാത്രമേ നമുക്ക് അതിനകത്ത് ചോദ്യം മിസ്സാവാനുള്ള ചാൻസ് ഉള്ളൂ. ഇനി കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സിൽ 10 മാർക്കാണ് സിലബസിൽ മാർക്ക് ഷെയർ വരുന്നത്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ തരുന്നത് 2 രീതിയിലായിരിക്കും. ഒന്ന് മന്ത്ലി കറണ്ട് അഫെയർ, 2 ടോപ്പിക് വൈസ് PSC ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ടോപ്പിക്കുകൾ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് തയ്യാറാക്കിയ ടോപ്പിക് വൈസ് കറണ്ട് അഫെയറൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും. ഇങ്ങനെ മന്ത്ലി കറണ്ട് അഫെയറും ടോപ്പിക് വൈസ് കറണ്ട് അഫെയറും കവർ ചെയ്യുന്നതിലൂടെ 10ൽ 8 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കറണ്ട് അഫെയർ ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് നമ്മുടെ ബാച്ച് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം പറയാം. ഡെയിലി ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടായിരിക്കും ക്ലാസ് മുന്നോട്ട് പോവുക. എല്ലാം റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും. വെറുതെ ക്ലാസ് മാത്രം തന്നു പോകുന്ന ഒരു സിസ്റ്റമായിട്ട് നിങ്ങളിതിനെ കാണരുത്. ഈ പ്രിലിംസ് എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും ഈ 65 ദിവസത്തെ ക്രാഷ് ബാച്ച്. നിങ്ങൾക്കറിയാം PSC എക്സാമുകൾക്ക്, പ്രത്യേകിച്ച് നമ്മൾ തയ്യാറെടുക്കുന്ന 10th ലെവൽ എക്സാമുകൾക്ക് ചോദിക്കും എന്ന് ഉറപ്പുള്ള ഒരു സോഴ്സാണ് സ്കൂൾ പാഠപുസ്തകങ്ങൾ. നിങ്ങൾക്ക് സിലബസിൻ്റെ അതേ ഓർഡറിലായിരിക്കും സ്കൂൾ പാഠപുസ്തകങ്ങൾ പഠിക്കാൻ തരിക. അതോടൊപ്പം ഓരോ ചാപ്റ്ററും അല്ലെങ്കിൽ ടോപ്പിക്കും എക്സ്പേർട്ട് ഫാക്കൽറ്റികൾ എടുത്ത ക്ലാസ്സും നിങ്ങൾക്ക് ഇതിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യും. ക്ലാസ് മാത്രം മതിയോ? പോരാ. ഓരോ ചാപ്റ്ററിൻ്റെയും അല്ലെങ്കിൽ ടോപ്പിക്കിൻ്റെയും ഭാഗമായിട്ട് നിങ്ങൾക്ക് 3 തരത്തിലുള്ള നോട്ട് അവൈലബിൾ ആയിരിക്കും. SSCRT നോട്ട്, ഷോർട്ട് നോട്ട്, റാപ്പിഡ് റിവിഷൻ നോട്ട്. എന്താണ് SSCRT നോട്ട്? ഓരോ ചാപ്റ്ററും കൃത്യമായിട്ട് വിശകലനം ചെയ്ത് തയ്യാറാക്കിയ കംപ്ലീറ്റ് ആയിട്ടുള്ള SSCRT നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. രണ്ടാമത്തത് ഷോർട്ട് നോട്ട്. നിങ്ങൾ സ്വന്തമായിട്ട് തയ്യാറാക്കാൻ പറ്റിയില്ല എന്ന് എപ്പോഴും പരാതി പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ മുഴുവൻ കാര്യങ്ങളും ചുരുക്കി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തരും. മൂന്നാമത്തത് റാപ്പിഡ് റിവിഷൻ നോട്ട്. റാപ്പിഡ് റിവിഷൻ നോട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നമ്മളൊരു ചാപ്റ്റർ പഠിക്കുകയാണെന്ന് വെച്ചോ, ആ ചാപ്റ്ററിൽ ഇയർ ഉണ്ടാകും, കുറേ വ്യക്തികളുണ്ടാവും. ഇവരെ എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ഉദാഹരണത്തിന് ഈ വ്യക്തിയും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ, ഇയർ അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ, ഇതെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് കിട്ടിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ കുറേ കൂടെ എളുപ്പമായിരിക്കും. ഇതാണ് റാപ്പിഡ് റിവിഷൻ നോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലേത് വേണമെങ്കിലും നിങ്ങളുടെ പഠനത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും പഠിച്ചു. ഇനി നിങ്ങൾക്കിത് മനസ്സിലായോ നോക്കണ്ടേ? ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് 2 തരത്തിലുള്ള എക്സാമുകൾ ലഭിക്കും. ഒന്ന്, നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ ചാപ്റ്ററിൻ്റെ വരാൻ സാധ്യതയുള്ള മാക്സിമം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എക്സാം സെറ്റുകൾ. രണ്ടാമത്തത് PYQ ക്വസ്റ്റ്യൻസ്. 2021 മുതൽ 2025 വരെ PSC ചോദിച്ച പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ളതും അതുപോലെ LGS ലെവലുള്ളതുമായ എക്സാമുകൾ ഓരോ ദിവസമായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ തരും. ഇത്രയാകുമ്പോൾ നിങ്ങളുടെ ജനറൽ നോളജിൻ്റെ ഭാഗം നിങ്ങൾക്ക് സെറ്റാവും. ഇനി എല്ലാവർക്കും പേടിയുള്ള, ഓൾമോസ്റ്റ് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ് മാത്സ്. മാത്സിനും നിങ്ങൾക്ക് 2 രീതിയിലുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. ഒന്ന്, കൺസെപ്റ്റ് മനസ്സിലാക്കുന്ന
ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ. അത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും എന്തൊക്കെയാണ് അതിലാണ് പഠിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. പ്രിലിംസിന് വളരെ കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. മെയിൻസിൻ്റെ കൂട്ട് ഒരുപാട് ടോപ്പിക്സ് ഒന്നുമില്ല. മൊത്തത്തിൽ ഒരു 16 ടോപ്പിക്സേ ഉള്ളൂ. മാത്സും മെൻ്റൽ എബിലിറ്റിയും കൂടെ ചേർത്ത് മാത്സിന് ഒരു 8 ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. ഇതിൽ ഓരോ ടോപ്പിക്കിൻ്റെയും കൺസെപ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇതുകൂടാതെ ഓരോ ടോപ്പിക്കിൻ്റെയും PYQ ക്ലാസ് 2021 മുതൽ 2025 വരെ PSC ചോദിച്ച ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന PYQ ക്ലാസ് കൂടെ നിങ്ങൾക്ക് മാത്സിൻ്റെ ഭാഗത്തുനിന്ന് തരും. ഇത്രയാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മാത്സിൻ്റെ ഭാഗവും സെറ്റായി. ഇനി കറണ്ട് അഫയേഴ്സ് ഞാൻ മുൻപ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് 10 മാർക്കാണ്. കറണ്ട് അഫെയർ നമ്മൾ 2 രീതിയിൽ പഠിക്കും. ഒന്ന് മന്ത്ലി കറണ്ട് അഫെയർ, മാസാടിസ്ഥാനത്തിലുള്ള കറണ്ട് അഫെയർ. അതുകൂടെ കവർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ മൊത്തം കിട്ടും. ഇനി PSC ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് തയ്യാറാക്കിയ ടോപ്പിക്ക് വൈസ് കറണ്ട് അഫെയർസും അതിൻ്റെ ക്ലാസ്സും കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇത്രയാവുമ്പോഴത്തേക്ക് കറണ്ട് അഫെയർസിൻ്റെ ഭാഗവും നിങ്ങൾക്ക് സെറ്റാവും. ഒരിക്കൽ കൂടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, മെയ് 13-നാണ് നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൊക്കാബ്സ് വീഡിയോയുടെ ആപ്പ് വഴിയായിരിക്കും നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുക. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ആപ്പ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്പിലാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ശ്രദ്ധിക്കാവുന്ന ഇരിക്കത്തില്ല കേട്ടോ. ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കും. 6 മാസം വാലിഡിറ്റി വരുന്ന ഈ കോഴ്സിൻ്റെ മുഴുവൻ ഫീ ആയിട്ട് വരുന്നത് 599 രൂപയാണ്. ഈ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.